ഒരു സ്റ്റുഡന്റാണ് മിസ്റ്റർ ജിൻഡോ. അവന്റെ കഠിനാധ്വാനത്തോടുകൂടി ഈ ഗെയിം ഒരു എവിടെ പോയാലും ആരോടും ഫേസ് ചെയ്യാനുള്ള ഒരു ദൈവം അനുഗ്രഹം കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അവരുടെ ആ തെളിവാണ് ഇന്ന് ബിഗ് ബോസിൽ ഫേമസാണ്. ദാറ്റ് ക്രെഡിറ്റ് ഗോസ് ടു അവർ കേരള സ്റ്റേറ്റ് ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ. Love you more.
ഇങ്ങോട്ടൊന്നും അറിയാത്ത യാത്ര കേട്ടോ. വീട്ടിലെ എന്റെ പൊന്നുമാമ മൈൻഡാക്കിയാണ്. അർജു ഓക്കെ വിളിക്കാൻ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. എന്നും അവരോട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. ഇത്ര ദൂരം എത്തുന്നു എക്സ്പെക്ട് ചെയ്തില്ല. ഇത്ര ആൾക്കാർ എന്നെ കാണാൻ വരുന്നത് എക്സ്പെക്ട് ചെയ്തില്ല. ജീവിതത്തിലെ ഫസ്റ്റ് ടൈം സ്വപ്നം പോലും കണ്ടില്ല. ഗ്രേറ്റ്ഫുൾ ഫോർ എവരി വൺ. കാണാൻ പോവാനി ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങി. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫ്ലൈറ്റിലായിരുന്നു. ഇനി എന്നായിരിക്കും മീറ്റ്? ബൈ ബൈ. See you all. See you all. സന്തോഷം. നമ്മളറിയാം. എന്റെ 10 നനക്കാതെ ചണ്ടിയ ലഗേജിലുണ്ട്. എല്ലാവർക്കും ഒരായിരം നന്ദി. ഇത്രയും സപ്പോർട്ട് ചെയ്യിപ്പിച്ചതിന് വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. പോയിട്ടോ നല്ല നല്ല മതി. നല്ല എന്റെ വണ്ടിയിലേക്ക് എന്റെ വണ്ടിയാണ് എന്റെ വെട്ട് അതാ ഹാപ്പിയല്ലേ? ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാരണം അവിടെ വരെ എത്തി. ടോപ്പ് 5 എത്തുക എന്ന് പറയുന്നത് അത് എനിക്കൊരു വിന്നിങ് അച്ചീവ്മെന്റ് തന്നെയാണ്. ഉറപ്പ് 100 ദിവസം നിൽക്കാൻ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും പോയ കളിയൊന്നും തിരിച്ചു വന്നിട്ടില്ല. കുറച്ച് ഡാൻസ് ഇപ്പൊ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു. അതുവഴി ഞങ്ങൾ പോവുകയാണ്. സന്തോഷം എത്രത്തോളം ഉണ്ട്? സന്തോഷം എന്ന് പറഞ്ഞ് തീരാത്തോളം സന്തോഷമാണ്. 100 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് 100 ദിവസം കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ പുള്ള ജയിലിൽ കിടന്ന പോലെ ഇങ്ങനെ പറഞ്ഞ വിജയമായിട്ട് വന്നിരിക്കുകയാണ്. അതെ, ലോകം മൊത്തം വിജയമായിട്ട് വന്നിരിക്കുകയാണ്. ആ അതെ. പിന്നെ ഒരു സങ്കടമുള്ളതെങ്കിൽ എന്റെ മൂക്കും എന്റെ രണ്ടാമത്തെ മോനും വരാൻ പറ്റില്ല. അതെ, ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. അങ്ങനെ പോരാൻ പറ്റില്ല. പെരുന്നാൾ കാരണം അവൻ ലീവ് കിട്ടിയില്ല. ഇന്നലെ നാട്ടുകാരൊക്കെ വീട്ടിൽ നല്ല സപ്പോർട്ടായിരുന്നല്ലോ. നാട്ടുകാരോ അത് ഈ അവിടെ ചെന്ന് കാണണം. നമ്മള് മാണിക്യാങ്കളുടെ വാപ്പ കാണാം. പിന്നെ MLA കാര്യം വരുന്നത് പഞ്ചായത്ത് പഞ്ചായത്ത് മുഴുവനുണ്ടോ? ആ ഉണ്ടാവും. ഇനി എന്തൊക്കെയാ പരിപാടികൾ പ്ലാൻ ചെയ്തേക്കുന്നത്? കാലടിയില അതെ, അല്ല പരിപാടികൾ എന്തൊക്കെയാ പ്ലാൻ ചെയ്തേക്കുന്നത്? അവിടെ വരെ ഒരു കേക്ക് മുറിക്കുക, ജനങ്ങളെ കാണാം, എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ലഡു മുട്ടായിയൊക്കെ കൊടുത്ത് ആൾക്കാരെ ഒന്ന് സന്തോഷിപ്പിക്കണമല്ലോ. അതെ. അപ്പൊ ഈ സപ്പോർട്ട് ചെയ്ത് ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? വോട്ട് ചെയ്ത് ജയിപ്പിച്ച എല്ലാ ജനങ്ങളോടും സന്തോഷം 100% സന്തോഷം പറഞ്ഞറിയിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ടിപ്പൂസിനോടും മോഹൻലാൽ സാറിനോടൊക്കെ സന്തോഷം പറഞ്ഞറിയിക്കുകയാണ്. ആ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയായിട്ട് നിങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ ഏറ്റവും ഭാഗ്യം. രാജാവിന്റെ
ഞങ്ങൾക്ക് അത്രയും ഒരു മനസ്സിന് അത്രയും ഒരു സന്തോഷം അദ്ദേഹം സാഗരം തെരഞ്ഞെടുക്കുന്ന സാഗരം തെരഞ്ഞെടുക്കുന്ന ദൈവത്തെ 100 ദിവസം നിൽക്കുന്നു തോന്നിയിരുന്നുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എനിക്കറിയില്ല, പിന്നീട് എനിക്ക് തോന്നിയിരുന്നു. ഇതിന്റെ കുറെ കുറ്റങ്ങൾ കുറെ കളിയാക്കലുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് കളിയാക്കിയവർക്കൊക്കെ ഞാൻ ഇതിന് മുൻപൊരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ മറ്റു മനുഷ്യരെ വിവരമില്ലാത്തവരെ മറ്റൊന്നും പറയാൻ പാടില്ല. കാരണം നമ്മളെക്കാളും വിവരം മറ്റുള്ളവർക്കുണ്ടാകും എന്നല്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല.